നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ബാഴ്സലോണയുടെ സൂപ്പർ താരം റാഫീഞ്ഞ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിലെ രണ്ടാം പാദ മത്സരത്തിന് ശേഷം റഫറിയെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. അക്ഷരാർത്ഥത്തിൽ കൊള്ളയാണ് നടന്നത്, മോഷണമാണ് നടന്നത്, ബാഴ്സലോണ വിജയിക്കുന്നതിൽ റഫറിമാർക്ക് എന്താണ് ഇത്ര പേടി, ഭയം എന്നൊക്കെ ഉള്ള രീതിയിൽ കടന്നാക്രമിച്ചിരുന്നു റഫറിയെ. അതിന് ഇപ്പോൾ റാഫീഞ്ഞ മാപ്പ് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റായിരുന്നു, ഞാൻ ചെയ്തത് തെറ്റായിരുന്നു, എൻ്റെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലാത്ത കമൻറ്റുകളാണ് വന്നത്. അത് ആ മൂമെൻറ്റിൻ്റെ ഹീറ്റിൽ, ആ നിമിഷത്തിൻ്റെ ചൂടിൽ സംഭവിച്ചു പോയതാണ്. എൻ്റെ ക്യാരക്ടർ, എൻ്റെ വാല്യൂ ഇതല്ല, ഈ നിലയിൽ അല്ല ഞാൻ പ്രതികരിക്കേണ്ടിയിരുന്നത് എന്നെല്ലാം പറഞ്ഞ് റാഫീഞ്ഞ മാപ്പ് പറഞ്ഞിരിക്കുന്നു. അത്ലറ്റിക്കോ ഡി മാഡ്രിഡിനോട് അഗ്രഗേറ്റിൽ തോറ്റ് ക്വാർട്ടർ ഫൈനലിൽ, ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ പുറത്തായതിൻ്റെ രോഷത്തിലാണ് റാഫീഞ്ഞ ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ സെമി ഫൈനലിൽ എത്താൻ കഴിഞ്ഞില്ല. അത്ലറ്റിക്കോ മാഡ്രിഡ് അവരെ മറികടന്ന്, ബാഴ്സലോണയെ മറികടന്ന് സെമി ഫൈനലിലെത്തി. അപ്പോൾ അതിൻ്റെയൊക്കെ ചൂടിലാണ് പറഞ്ഞത്. പക്ഷെ പറഞ്ഞതെല്ലാം റഫറിങ്ങിനെ കുറിച്ച് നമുക്ക് അഭിപ്രായങ്ങളും യോജിപ്പുകളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ അത് പറയുന്ന രീതിയും ഭാഷയും ഒക്കെ റാഫീഞ്ഞ ഇത്തിരി കടന്നു പോയിരുന്നു. അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ റാഫീഞ്ഞ അതിന് മാപ്പ് പറഞ്ഞതോടുകൂടി അതിന് ഏതാണ്ടൊരു അന്ത്യം വന്നിരിക്കുകയാണ്. എന്തായാലും റാഫീഞ്ഞ മാപ്പ് പറഞ്ഞത് നന്നായി. കാരണം എത്രയോ ചെറുപ്പക്കാരായ കുട്ടികൾ ഈ കളി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഇതിനെ ഫോളോ ചെയ്യുന്നവരാണ്, ഭാവിയിലെ കളിക്കാരാണ് അവരെല്ലാം. അപ്പോൾ അവർക്കൊരു മാതൃകയാകേണ്ട റാഫീഞ്ഞ തീർച്ചയായിട്ടും മാപ്പ് പറഞ്ഞത് അത് നല്ല മാതൃക സൃഷ്ടിക്കും.